ഷാപ്പുകളുടെ കാര്യത്തിൽ കുട്ടനാടാണോ ബെറ്റർ അതോ ട്രിവാൻഡ്രം ആണോ ബെറ്റർ? നമ്മൾ ട്രിവാൻഡ്രം സിറ്റി സെന്ററിനകത്ത് വരുന്നൊരു ഷാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ആരോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന ഷാപ്പിന്റെ പേര് നമ്മുടെ സ്വന്തം പുഞ്ചക്കിരി ആയിരിക്കും. നമ്മുടെ വെള്ളായണി കായലിനോട് ചേർന്ന് വരുന്ന പുഞ്ചക്കിരി ഷാപ്പ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ ഹർത്താൽ ദിവസം പോയിട്ടുണ്ടായിരുന്നു. വ്ളോഗ് ഇടാൻ ഇച്ചിരി ലേറ്റായി. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കുട്ടനാട്ടുള്ള മിക്ക ഷാപ്പുകളെ അപേക്ഷിച്ചിട്ട് എങ്ങനെയാണ് ട്രിവാൻഡ്രം സ്പെഷ്യൽ ആവുന്നതെന്ന് ഇവിടുത്തെ ഫുഡ് വന്ന് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി. ചില ടൈമിൽ നല്ല ഫുഡായിരിക്കും, ചില ടൈമിൽ മോശം ഫുഡായിരിക്കും എന്ന് പലരും പറഞ്ഞു. പക്ഷേ എനിക്ക് വന്നപ്പോൾ എനിക്ക് ഓവറോൾ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ സെന്ററിനകത്തൊക്കെ ഒരു ഷാപ്പിൽ നമുക്ക് ഫുഡ് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഷാപ്പിൻ്റെ ഒരു നിയമം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ആൾ കൂടുന്തോറും കയ്യിലെ ക്യാഷ് കുറയും. നിങ്ങൾ എത്ര പേര് കൂടുന്നുണ്ടോ അത്രയും കാശ് നിങ്ങൾക്ക് കുറവായിരിക്കും. നമ്മൾ ഇതിൻ്റെ കൂടെ പോർക്ക് പറഞ്ഞു, നമ്മളല്ലാണ്ട് കരിമീനും ചിക്കനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോർക്ക് ഞാൻ കഴിക്കില്ല, നമ്മുടെ ഏട്ടൻ കഴിക്കും, അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ മീൻ നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ്ലി ഗ്രില്ല് ചെയ്യണതാണ്. നല്ല ഫ്രഷ് മീനാണ്, നല്ല ഒന്നാം തരം മീനാണ്. പിന്നെ പോർക്ക് ഏട്ടൻ കഴിച്ചിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ചിക്കൻ, എനിക്ക് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ മീനേക്കാൾ ഒബ്വിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ചിക്കൻ പെരട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ച് എൻ്റെ മോനെ അസാധ്യം മസാല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മേ ബി മനസ്സിലാവും. പിന്നെ ഒബ്വിയസ്ലി കപ്പയും മീൻകറിയും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ആളെത്ര കൂടിയാലും നിങ്ങൾക്ക് ക്യാഷ് കുറവായിരിക്കും. നല്ല ആംബിയൻസ്, ഒബ്വിയസ്ലി ഫാമിലി ആയിട്ട് പോകാനുള്ള വൈബുമാണ്. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യുക. നമ്മുടെ വെള്ളായണി കായലിനോട് ചേർന്നുള്ള പുഞ്ചക്കിരി ഷാപ്പ്.